ബസാനിയ കപ്പ് കരാട്ടെ ചാമ്പ്യൻഷിപ്പിന് വേദിയായി കോതമംഗലം ചേലാട് സെന്റ് സ്റ്റീഫൻസ് ബസാനിയ വലിയ പള്ളി പാരിഷ് ഹാൾ. ചേലാട് സെന്റ് സ്റ്റീഫൻസ് ബസാനിയ സ്കൂളിന്റെ നേതൃത്വത്തിൽ ജപ്പാൻ കരാട്ടെ സെന്ററിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ഇന്റർ സ്കൂൾ ഇൻവിറ്റേഷണൽ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് മത്സരാർത്ഥികളുടെ പ്രകടനങ്ങൾ കൊണ്ട് മികവുറ്റതായി. ആയോധന കലകളുടെ പ്രാധാന്യം വർദ്ധിച്ചുവരുന്ന ഈ കാലത്ത് കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ഉന്നമനം ലക്ഷ്യമാക്കിയാണ് ബസാനിയ കപ്പ് കരാട്ടെ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത്. എന്നും കലാകായിക പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന കോതമംഗലം ചേലാട് സെന്റ് സ്റ്റീഫൻസ് ബസാനിയ വലിയ പള്ളിയുടെ പാരിഷ് ഹാളിലായിരുന്നു മത്സരങ്ങൾ. ചേലാട് സെന്റ് സ്റ്റീഫൻസ് ബസാനിയ സ്കൂളിന്റെ നേതൃത്വത്തിൽ ജപ്പാൻ കരാട്ടെ സെന്ററിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ഇന്റർ സ്കൂൾ ഇൻവിറ്റേഷണൽ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ വിവിധ വിഭാഗങ്ങളിലായി വാശിയേറിയ മത്സരങ്ങൾ നടന്നു. കോതമംഗലം നഗരസഭാ ചെയർപേഴ്സൺ ഭാനുമതി രാജു കരാട്ടെ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ബസാനിയ സ്കൂളിനെ കുറിച്ച് വളരെയധികം ശ്രദ്ധ എന്നെ ആകർഷിച്ചിട്ടുള്ളതാണ്. പലപ്പോഴും സ്കൂളിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, കോതമംഗലം നഗരസഭയിലെ ഏറ്റവും കൂടുതൽ നിലവാരം ഉയർത്തുന്ന സ്കൂളുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്കൂൾ തന്നെയാണ് ബസാനിയ സ്കൂൾ. അതിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റി ആൻഡ് സ്റ്റാഫ്സ് കരാട്ടെയെക്കുറിച്ച് കരാട്ട വിദഗ്ധൻ എന്ന് ഞാൻ പറയുന്നു. ജോയി സാറിന് എനിക്ക് വർഷങ്ങളോളമായി പരിചയമുണ്ട്. ശോഭന സ്കൂളിൽ എൻ്റെ കൊച്ചുമക്കൾ പഠിക്കുമ്പോഴും സാറിൻ്റെ കീഴിൽ കുറച്ചു കാലം കരാട്ട അഭ്യസിച്ചിട്ടുണ്ട്. ജോയി സാർ എന്ന സ്പോർട്സ് കൗൺസിൽ മെമ്പർ വിവിധ സ്കൂളുകളിൽ കരാട്ടെ അഭ്യസിപ്പിക്കുന്നു. ഏറെ ശിഷ്യഗണങ്ങൾ അദ്ദേഹത്തിനുള്ളതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമുക്കറിയാം, ഇന്നിവിടെ 30 സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളുടെ മത്സരമാണ് ഇവിടെ നടക്കുന്നതെന്നുള്ള ആമുഖ പ്രസംഗങ്ങളിൽ നിന്നും ജോയി സാർ പറഞ്ഞതിൽ നിന്നും മറ്റുള്ള കടലിൽ നിന്നും അറിയാൻ കഴിയും. നഗരസഭാ വൈസ് ചെയർമാൻ പ്രിൻസ് വർക്കി ബസാനിയ കപ്പ് കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു. ഏറ്റവും മികച്ച ഒരു കലാക്ഷേത്രമാണ് ചേലാട് ബസാനിയ സ്കൂൾ. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരപ്പെട്ട എൻ്റെ 2 മക്കൾ പഠിച്ച സ്കൂളും കൂടിയാണ് ബസാനിയ പബ്ലിക് സ്കൂൾ. ഈ ബസാനിയ വലിയ പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മാറി മാറി വരുന്ന വൈദികരും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുമെല്ലാം ഈ സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ മറ്റുള്ള സ്കൂളുകളോട് കടപിടിക്കുന്ന രീതിയിൽ എപ്പോഴും ഉയർത്തിക്കൊണ്ടുവരാൻ ഇവർ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികൾക്കെല്ലാം ആതിഥേയത്വം വഹിക്കുവാനും അതിനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഈ സ്കൂളിലുണ്ട്. മറ്റുള്ള കാര്യങ്ങൾക്ക് ഞാൻ കടക്കുന്നില്ല. നമ്മുടെ സ്കൂളുകളിൽ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള കായിക പരിശീലനങ്ങൾ നൽകുമ്പോൾ, പ്രത്യേകിച്ച് ഒരു ആയോധന കലയും കൂടിയാണ് കരാട്ടെ എന്ന് പറയുന്നത്, സ്വാഭാവികമായിട്ടും നമ്മുടെ സ്വയം പ്രതിരോധത്തിനും അതോടൊപ്പം തന്നെ ജോയി പോൾ സാറിനോട് സൂചിപ്പിച്ച രീതിയിൽ നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കുവാനും അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനും എല്ലാം കുട്ടികളെ സംബന്ധിച്ചുള്ള ചെറുപ്പം മുതലുള്ള പരിശീലനം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഭാവിയിൽ അത് വലിയൊരു മുതൽക്കൂട്ടാണ്. സ്കൂൾ ചെയർമാൻ എൽദോസ് ഏലിയാസ് അധ്യക്ഷത വഹിച്ചു. കേരള കരാട്ടെ അസോസിയേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ജോയി പോൾ ആമുഖ പ്രസംഗം നടത്തി. അതിൻ്റെ ആ ഭൂപടത്തിൽ ഇന്ത്യയിൽ ഒരു സ്ഥാനമുണ്ടായിരുന്നു. കായിക കാലത്ത് ആ ഭൂപടത്തിൽ എറണാകുളം ജില്ലയിൽ കോതമംഗലത്തിന് ഒരു സ്ഥാനമുണ്ട്. അത് ഇപ്പോഴും നിലനിൽക്കുന്നു. എന്നാൽ സ്പോർട്സ് രംഗത്ത് ഇപ്പോഴത്തെ ഒരു പരിസ്ഥിതിയിൽ നമ്മൾ ഒത്തിരി പിന്നിലാണ്. ഞാൻ പറയുവാൻ കാരണം, കഴിഞ്ഞ ഒരു 10-15 വർഷമായി ഞാനിപ്പോൾ ഒഫീഷ്യലി എറണാകുളം ജില്ലാ സ്പോർട്സ് കൗൺസിലിൽ ഇപ്പോഴും തെരഞ്ഞെടുക്കപ്പെട്ട ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി. ഒരു ഒളിമ്പ്യൻ എന്ന സ്വപ്നം കണ്ടുകൊണ്ടാണ് ഞാനൊക്കെ കരാട്ടെ അന്ന് തുടങ്ങുന്നത്. നമുക്ക് 2014 ഇതിന് അംഗീകാരം കേരള ഗവൺമെൻറ് സ്പോർട്സ് കൗൺസിൽ എന്ന് പറയുന്നത് ഒരു പ്രാദേശിക ബോർഡ് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ മാത്രമായിട്ടുള്ളത്. ചേലാട് വലിയ പള്ളി വികാരി ഫാദർ എബ്രഹാം ക്ലിയാങ്കുന്നത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തി. യോഗത്തിൽ സ്കൂൾ പ്രിൻസിപ്പാൾ ശാന്തി കുര്യാക്കോസ്, സെക്രട്ടറി സണ്ണി KV, വാർഡ് കൗൺസിലർ ലിസി പോൾ, ബസാനിയ വലിയ പള്ളി ട്രസ്റ്റിമാരായ റെജി സൈമൺ, റോയ് വർഗീസ്, കേരള കരാട്ടെ അസോസിയേഷൻ ട്രഷറർ PP വിജയകുമാർ, എറണാകുളം ഡിസ്ട്രിക്ട് കരാട്ടെ അസോസിയേഷൻ ടെക്നിക്കൽ കമ്മിറ്റി അംഗം അനിൽ ജേക്കബ്, എറണാകുളം ഡിസ്ട്രിക്ട് കരാട്ടെ അസോസിയേഷൻ മുൻ ട്രഷറർ MK ഉണ്ണികൃഷ്ണൻ,
ബസാനിയ പബ്ലിക് സ്കൂൾ PTA പ്രസിഡന്റ് ജനീഷ് കെ ജോർജ്, റെനി പോൾ തുടങ്ങിയവർ സംസാരിച്ചു. സെന്റ് സ്റ്റീഫൻസ് ബസാനിയ പബ്ലിക് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനമുള്ള, സന്തോഷമുള്ള ഒരു ദിവസമാണിന്ന്. വളരെ കാലങ്ങളായി ഞങ്ങൾ ആഗ്രഹിച്ചിരുന്ന ബസാനിയ കപ്പ് ഇന്ന് നടത്തുകയാണ്. ബസാനിയ കപ്പ് എന്നുദ്ദേശിക്കുന്നത് നമ്മുടെ ഇൻ്റർ സ്കൂൾ കരാട്ടെ കോമ്പറ്റീഷനാണ്. ഏകദേശം 31 സ്കൂളുകൾ പങ്കെടുക്കുന്ന വളരെ വിപുലമായ ഒരു മത്സരമാണ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഏകദേശം മത്സരങ്ങൾ നമ്മൾ ഒരു 9 മണിയോടുകൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വളരെ പ്രൗഢഗംഭീരമായ ഒരു ഇനോഗ്രേഷൻ സെറമണിയും നടത്തപ്പെട്ടിട്ടുണ്ട്. പ്രോഗ്രാം ഏകദേശം ഒരു 5 മണിയോടുകൂടി സമാപനം നടത്താം എന്നുള്ള രീതിയിലാണ് നമ്മൾ വിചാരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മീഡിയ 60, കോതമംഗലം.